നമസ്കാരം. മെയ് മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില ധനനേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് മെയ് മാസം. നമ്മൾ കേട്ടിട്ടില്ലേ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നക്ഷത്രജാതകരെക്കുറിച്ച്? തീർച്ചയായും ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ വരാനിരിക്കുന്നത് സൗഭാഗ്യസമ്പന്നതയുടെ സമയം തന്നെയാണ്. എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറിക്കിട്ടും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. അവരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്ന, ഒരുപാട് നേട്ടത്തിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി ശ്രമം നടത്തുകയാണ് എങ്കിൽ ആ ശ്രമം വിജയിക്കുന്നതായ നക്ഷത്രജാതകരായിരിക്കും ഇവർ. അവരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നാളെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. അതിരാവിലെയാണ് 6 മണിക്ക് ഗണപതി ഹോമം ഉണ്ടായിരിക്കും. ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു നിറയുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം ഈ 2026 മെയ് മാസത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു നക്ഷത്രം. അത് മറ്റാരുമല്ല, തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഇവർ അനുഭവിക്കുന്നു. എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും തിരുവോണം നക്ഷത്ര ജാതകർ ഇനി എത്താൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ എവിടെയാണെങ്കിലും, വിദേശത്തായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏത് സംസ്ഥാനത്തിലും ആയിക്കൊള്ളട്ടെ, തമിഴ്നാട്ടിലോ കർണാടകയിലോ ബാംഗ്ലൂരോ എവിടെയോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഒരു ധനലാഭം വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ പോവുകയാണ്. പ്രാർത്ഥന വേണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി തിരുവോണത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഒരു നെയ്ദീപമൊക്കെ കത്തിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. എല്ലാ രീതിയിലും ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും. രണ്ടാമത്തെ ഭാഗ്യമുള്ള, ഏറ്റവും അധികം നേട്ടത്തിലേക്ക് എത്തുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ഇവർക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ആയില്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആയില്യ നക്ഷത്ര ജാതകർക്ക് വിദേശത്ത് പോകാൻ, വിദേശത്ത് നല്ല നിലയിൽ ഒരു ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. കാനഡയിൽ, ഓസ്ട്രേലിയയിൽ ഒക്കെ നിൽക്കുന്നവർക്ക് അവിടെ PR-നൊക്കെ അപേക്ഷിച്ചാൽ ഈ ഒരു സമയത്ത് കിട്ടാവുന്ന ചാൻസ് കൂടുതലാണ്. ഏതായാലും ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും മാറിക്കിട്ടും. 2026 ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യമുള്ള സമയമാണ്. അതിലേറ്റവും അധികം നേട്ടമുണ്ടാക്കുന്ന മാസം മെയ് മാസം തന്നെയായിരിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തും, ഉറപ്പാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഉത്രത്തിനിത് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. പ്രാർത്ഥന വേണം. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറുന്ന സമയമാണ്. അപ്പോൾ മറക്കേണ്ട, ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൃഷ്ണ ഭഗവാനെയും പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം, വലിയ ഉയർച്ച വന്നു ചേരും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രം പൂരാടമാണ്.
പൂരാടം നക്ഷത്ര ജാതകരുടെ ധനസമൃദ്ധിയുടെ സമയമാണിന്ന്. ലോട്ടറിയൊക്കെ എടുക്കുന്ന പൂരാട നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കാനുള്ള ചാൻസ്, വിദേശത്ത് പോകാനുള്ള ചാൻസ്, അതുപോലെ തന്നെ ജോലിയിൽ മികവ് പുലർത്തുവാനുള്ള ചാൻസ്, പുതിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സമയമൊക്കെ. ഞാനീ പറയുന്നതൊക്കെ പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. തീർച്ചയായിട്ടും മറുപടി തരാം. അപ്പോൾ പൂരാട നക്ഷത്ര ജാതകരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ആണ് നിങ്ങളെത്തുന്നത്. 6ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. പുണർതം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ച നക്ഷത്രം തന്നെയാണ്. ഇത്രയധികം കഷ്ടതകൾ അനുഭവിച്ച ഒരു നക്ഷത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. തീർച്ചയായിട്ടും ഇനി പുണർതത്തിന് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷമൊക്കെ നടക്കുന്ന സമയമാണ്. വിവാഹം ഒക്കെ ഉറക്കേണ്ട സമയമാണ്. വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും വലിയ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. 7ാമത്തെ നക്ഷത്രം. അവിട്ടം രക്ഷപ്പെടാൻ പോവുകയാണ്. അവിട്ടത്തിൻ്റെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങളായിരുന്നു. കേൾക്കാത്ത പഴിയില്ല. അപമാനങ്ങൾ ഒരുപാട് സഹിച്ചു. ആർക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ തിരിച്ചടികൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിന് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെയൊക്കെ തടസ്സമാണ്. എന്നാൽ അവിട്ട നക്ഷത്ര ജാതകരുടെ സകല തടസ്സങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്താൻ പോകുന്നു. ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു. ഇവർക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും. ഇവരുടെ ക്ലേശങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ക്ഷേത്രദർശനം നടത്താറുണ്ട്, അതുപോലെ തന്നെ ഒരു ജ്യോതിഷനെ പോയി കാണാറുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നു ചേരുന്നില്ല എന്ന്. നമ്മൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് വലിയ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് ഇപ്പോൾ. നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടേണ്ട സമയമാണ്. അപ്പോൾ ലളിതമായ ചില പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആ ലളിതമായ പരിഹാരങ്ങൾ ശ്രദ്ധം കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഇതൊന്ന് ചെയ്യുക. വേറെങ്ങുമല്ല, ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോവുക. അവിടെ ഒരു തേങ്ങ ഉടയ്ക്കുക. ഗണപതി ഭഗവാന്റെ മുന്നിൽ ഒന്ന് ഏത്തമിട്ടതിന് ശേഷം സകല അപരാധങ്ങളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു തേങ്ങ എടുത്ത് ഉടച്ചു കളയുക. തീർച്ചയായിട്ടും സകല വിഘ്നങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുവാൻ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലൊന്ന് പോവുക. അവിടെ ഒരു കുങ്കുമാർച്ചന, ബഗളാമുഖി അർച്ചന നടത്തുക. സകല അപരാധങ്ങളും എന്നോട് പൊറുക്കണമേ, എൻ്റെ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ വന്നു ചേരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ഈ പറഞ്ഞ 2 ദൈവങ്ങളും കേൾക്കും. നിങ്ങളുടെ ജീവിതം മാറി മാറി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. വിജയിക്കും, ഉറപ്പാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.